ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഈ ഒരു ആഴ്ച ഞാൻ കൂടുതലായിട്ടും ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളിൽ ഒന്നാണ് LIC ഹൗസിംഗ് ഫിനാൻസ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോണിന്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു. ഒരു ഫസ്റ്റ് ലെവൽ ടാർഗറ്റ് ആൻഡ് സെക്കൻഡ് ലെവൽ ടാർഗറ്റ് ആയിട്ടും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 50 മിനിറ്റ്സ് ക്യാനിൽ ക്ലോസ് ചെയ്യുകയും, അതായത് രാവിലത്തെ 50 മിനിറ്റ്സ് ക്യാനിൽ ക്ലോസ് ചെയ്യുകയും അതിൻ്റെ ഒരു മുകളിൽ ഒരു 50 മിനിറ്റ്സ് ക്യാനിൽ ഫ്രഷ് ഓപ്പണിംഗ് കിട്ടണം എന്നുള്ളത്, അതായത് ഫ്രഷ് ബ്രേക്ക്ഔട്ട് എൻട്രി ആയിട്ട് കിട്ടണം എന്നുള്ളതായിരുന്നു. ബട്ട് ആദ്യത്തെ ദിവസം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, 50 മിനിറ്റ്സ് ക്യാനിൽ ക്ലോസ് ചെയ്തു, അതിന് മുകളിൽ ഒരു ഫ്രഷ് 50 മിനിറ്റ്സ് ക്യാനിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഹൈയെ ബ്രേക്ക് ചെയ്യുകയും ഒരു 50 മിനിറ്റ്സ് ക്യാനിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ മുകളിൽ ഒരു 50 മിനിറ്റ്സ് ക്യാനിൽ ഈ ഒരു സമയത്ത്, അതായത് രാവിലെ 9:30 ആയ സമയത്ത് ഓപ്പൺ ചെയ്തിട്ടില്ല. ദെൻ 9:45 ആയപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 50 മിനിറ്റ്സ് ക്യാനിലും അവിടെ അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. ദെൻ 10 മണിക്ക് ഓപ്പൺ ചെയ്ത 50 മിനിറ്റ്സ് ക്യാനിൽ സോ അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയും ദെൻ 10:15 ഓപ്പൺ ചെയ്തിട്ടുള്ള 50 മിനിറ്റ്സ് ക്യാനിൽ അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. സോ നമുക്കിവിടെ ഒരു ബ്രേക്ക്ഔട്ട് എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 1:2 റിസ്ക് റിവാർഡിലൊരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, 1:2 ഒരു 10 പോയിന്റ്സ് എനിക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നെസ്ലെ ഇന്ത്യ ആയിരുന്നു. ഓക്കെ, നെസ്ലെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു റിവേഴ്സൽ ആയിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു സ്പോട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഡിമാൻഡിൽ വരികയും സോ റിവേഴ്സൽ കൺഫർമേഷൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളതായിരുന്നു. സോ ഈ ഒരു ട്രേഡ് ഓക്കെ, നമുക്കിവിടെ ഒരു ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഓക്കെ റിവേഴ്സൽ കൺഫർമേഷൻ തരുന്ന ട്രേഡാണ്. ദെൻ അതിൻ്റെ കൂടെ നമ്മുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു ഇത്. സോ ഇവിടെയും ഒരു 1:2 റിസ്ക് വാർഡിലുള്ള ഒരു ട്രേഡ് ആയിരുന്നു. സോ ഈ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സൽ ആയിട്ടുള്ള ഒരു ട്രേഡ് നമുക്ക് ഒരു ടാർഗറ്റ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് LT ആയിരുന്നു. ഓക്കെ, LNT. അപ്പോൾ ഇവിടെ ഈ സ്റ്റോക്ക് നമ്മൾ 2-3 സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ പ്ലാൻ നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ഒരു സോൺ ഓക്കെ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തതിനു ശേഷം വളരെ നല്ല രീതിയിലുള്ള ഡൗൺ സൈഡ് മൂവ്മെന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ നമുക്ക് ഉണ്ടായിരുന്നു. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് IRCTC ആയിരുന്നു. ഓക്കെ, IRCTC നമുക്ക് കാര്യമായിട്ടുള്ള ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സോണിൽ നിന്ന് ഒരു റിവേഴ്സൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ആ റിവേഴ്സൽ കൺഫർമേഷൻ നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാം. ബട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൽ എത്തുന്ന സമയത്ത് ഒരു റിവേഴ്സൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ബട്ട് അത് അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് അടുത്തൊരാഴ്ചയിലേക്കും ഈ ഒരു സ്റ്റോക്ക് നോക്കാം. ഈ ഒരു സപ്പോർട്ട് ഏരിയയും നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, മേ ബി ഈ റെസിസ്റ്റൻസ് ഏരിയ ഇനി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെയും ആ ഒരു 50 മിനിറ്റ്സിന്റെ കൺഫർമേഷൻ എപ്പോഴും നിങ്ങൾ നോക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക് ആണ്. ഓക്കെ, ആക്സിസ് ബാങ്കിലും കാര്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു ലെവലിൽ ഒരു റിവേഴ്സൽ ആണ് ഫസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണ്. മാർക്കറ്റ് വളരെ നെഗറ്റീവ് കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മാർക്കറ്റിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ സപ്പോർട്ടിൽ നിന്നുള്ള ഒരു റിവേഴ്സൽ ട്രേഡ് ഞാൻ അവോയ്ഡ് ചെയ്തു. പിന്നെ ഈ ഒരു ബ്രേക്ക് ഡൗൺ ആണ്. ഈ ബ്രേക്ക് ഡൗണും ചെയ്തതിനു ശേഷം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ അവോയ്ഡ് ചെയ്യാൻ ചെയ്തത്. ബട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഈ സ്റ്റോക്കും പെർഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകളാണ് ഡിസ്കസ് ചെയ്താൽ ഒരു സ്റ്റോക്ക് മാത്രമാണ് പെർഫോം ചെയ്യാതെ ഇരുന്നത്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരാഴ്ചയിലേക്ക് നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകൾ അനാലിസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാൽഫോർഗ് ആണ്. ഓക്കെ, ബാൽഫോർഗിൽ ഓക്കെ ഈ ഒരു വീക്ക് മേ ബി വരാനുള്ള ചാൻസസ് കുറവാണ്. ബട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ ഓക്കെ ഒരു ഡിമാൻഡ് ഏരിയ എന്ന് പറയാം, അത്യാവശ്യം ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിമാൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ പ്ലാൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഒരു റിവേഴ്സൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. സോ ഐ വെയിറ്റിംഗ് ആണ്. മേ ബി ഈ ഒരു വീക്ക് വരുന്നില്ല, ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. ഈ വീക്ക്
മാർക്കറ്റിൽ എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ മേ ബി നല്ല രീതിയിൽ ഒരു പുഷ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഡൗൺ സൈഡിലേക്ക്. അപ്പം ഈ ഒരു പോയിന്റിൽ എത്തിയതിനു ശേഷം മാത്രമാണ് ഒരു ട്രേഡ് പ്ലാൻ ഉള്ളത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇവിടുന്ന് ഡൗൺ സൈഡിലേക്ക് വരുമെന്ന് എക്സ്പെക്ട് ചെയ്തുള്ള ട്രേഡ് അല്ല. ഒരിക്കലും ഇവിടെ ഈ ഒരു ഡിമാൻഡിൽ വരികയാണെങ്കിൽ മാത്രം ഒരു റിവേഴ്സൽ ട്രേഡ്, റിവേഴ്സൽ കൺഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ മാത്രം ഒരു ട്രേഡ് പ്ലാൻ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു മൂവ് കിട്ടിയ ഒരു ഏരിയ ആണ്. അപ്പം ഇവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഭാരതി എയർടെലാണ്. ഭാരതി എയർടെൽ 1 അവറിൽ നോക്കാം. 1 അവറിൽ നോക്കുന്ന സമയത്ത് ഇതൊരു നല്ലൊരു ഡിമാൻഡ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല രീതിയിലൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ ഈ ഒരു സ്പോട്ടിലെത്തിയ സമയത്ത് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് 2 സെനാരിയോസ് ആണ്. ഒന്നെങ്കിൽ ഈ ഒരു റേഞ്ച് ഈ ഒരു സ്പോട്ടിലേക്ക് എഗെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലെവലിലേക്ക് ഒരു അപ്സൈഡ് മൂവ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ലെവലുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അവിടെയും ഈ പറഞ്ഞ മാതിരി 15 മിനിറ്റ്സിൻ്റെ ക്യാനിൽ നിങ്ങൾ ക്ലോസിങ് നോക്കേണ്ടതാണ്. ഈ ലെവൽ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് റിവേഴ്സൽ പ്ലാൻ ഈ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സൽ ട്രേഡ് പ്ലാൻ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് JSW സ്റ്റീലാണ്. JSW സ്റ്റീൽ ലോവർ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് 30 മിനിറ്റ്സ് നോക്കുന്ന സമയത്ത് ഒരു ഡൗൺ ട്രെൻഡ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ റെസിസ്റ്റൻസ് ഏരിയൻ്റെ ബ്രേക്ക് ഔട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം നല്ലൊരു മൂവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ പ്ലാനും ഉണ്ട്. കുറച്ച് റിസ്കി ആയിട്ടുള്ള പ്ലാനാണ്. ഒരു എം പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. മേ ബി ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡൗൺ സൈഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ എടുക്കാം. റിവേഴ്സൽ കൺഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡും പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡും പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജുബിലന്റ് ഫുഡാണ്. ഈ സ്റ്റോക്കിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു സ്പോട്ടാണ്. ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സൽ ട്രേഡാണ്. മേ ബി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. റിവേഴ്സൽ ട്രേഡിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഈ സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബെല്ലാണ്. ഭാരത് ഇലക്ട്രോണിക്സ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു പോയിന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോയിന്റിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഈ ഒരു സോണിൽ നിന്നും ഒരു റിവേഴ്സൽ ട്രേഡാണ് എൻ്റെ ഒരു പ്ലാൻ. സോ ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. റിവേഴ്സൽ ട്രേഡ് എന്ന് പറയുമ്പോൾ ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ 253 231 എന്നൊക്കെ പറഞ്ഞൊരു റേഞ്ചാണ്. അപ്പോൾ റേഞ്ചിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഈ ഒരാഴ്ചയിലേക്ക് ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ പേഴ്സണലി ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളാണ് ഇതൊക്കെ. അപ്പം ഇനിയും നല്ല സ്റ്റോക്കുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരാഴ്ചയിലേക്ക് ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾ ബാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നോക്കുക. സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.